ആഗോള വ്യാപാര രംഗത്ത് തന്ത്രപരമായ വഴിത്തിരിവ് സൃഷ്ടിച്ച് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കരാറാണിത്. 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിലാണ് ചരിത്ര പ്രഖ്യാപനം. എല്ലാ വ്യാപാര കരാറുകളുടെയും മാതാവ് എന്നാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വ്യാപാര കരാറിനെ വിശേഷിപ്പിച്ചത്. भारत और यूरोपियन यूनियन के बीच इन्वेस्टमेंट को बूस्ट करेगा, नई इनोवेशन पार्टनरशिप बनाएगा और वैश्विक स्तर पर सप्लाई चेन को मजबूत करेगा. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സഹകരണം ആഗോള നന്മയ്ക്കുള്ള പങ്കാളിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2091.6 ലക്ഷം കോടി സംയോജിത വിപണി മൂല്യമുള്ളതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഒരൊറ്റ കരാറിലൂടെ 27 രാജ്യങ്ങളുടെ വിപണിയിലേക്ക് ഇന്ത്യക്ക് പ്രവേശനം ലഭിക്കും. ഇന്ത്യയിലെയും യൂറോപ്യൻ യൂണിയനിലെയും 200 കോടി ജനങ്ങൾക്ക് ഇതിലൂടെ സമാനതകളില്ലാത്ത അവസരങ്ങൾ ലഭിക്കും. വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, സമുദ്രോൽപ്പന്നങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ തുടങ്ങിയ തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് ഈ സ്വതന്ത്ര വ്യാപാര കരാർ വലിയ ഉത്തേജനം നൽകുന്നു. ഏകദേശം $33 ബില്യൺ കയറ്റുമതിക്ക് 10% വരെയുള്ള നിലവിലെ തീരുവ കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇല്ലാതാകും. ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഫ്രഷ് പഴങ്ങളും പച്ചക്കറികളും, സംസ്കരിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് ഈ കരാറിലൂടെ ആഗോള വിപണിയിൽ കൂടുതൽ മത്സരശേഷി ലഭിക്കും. ഐ ടി അധിഷ്ഠിത സേവനങ്ങൾ, പ്രൊഫഷണൽ സർവീസസ്, വിദ്യാഭ്യാസം, സാമ്പത്തിക സേവനങ്ങൾ, ടൂറിസം, നിർമ്മാണ മേഖല തുടങ്ങി ഇന്ത്യക്ക് കരുത്തുള്ള പ്രധാന മേഖലകളിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വാണിജ്യപരമായ വലിയ വാഗ്ദാനങ്ങളും കരാർ ഉറപ്പാക്കുന്നു. വ്യാപാരം ഗണ്യമായി വർദ്ധിപ്പിക്കാനും കയറ്റുമതി മത്സരശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ ബിസിനസ്സുകളെ യൂറോപ്യൻ ആഗോള മൂല്യ ശൃംഖലകളുമായി കൂടുതൽ ആഴത്തിൽ സംയോജിപ്പിക്കാനും FTA സഹായിക്കും.